ബശർ എന്ന് പറഞ്ഞത് എന്തിനാണ്? ലിഅന്നഹു അതാ ബിഹി റദ്ദൻ അലാ മൻ സഅമ അന്ന മൻ കാന റസൂലൻ ഫഇന്നഹു യഅലമു കുല്ല ഗൈബിൻ ഹത്താ ലാ യഖ്ഫാ അലൈഹിൽ മദ്ലൂം. ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു മനുഷ്യൻ മാത്രമാണെന്ന് അവിടെ പറഞ്ഞത് എന്തിനാണ്? അത് ചിലർക്ക് മറുപടിയായി പറഞ്ഞതാണ്. അതാ പിൽക്കാലത്ത് ഈ സഖാഫിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞാലോ, അങ്ങനെയുള്ള വ്യാജവാദികൾ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള വ്യാജന്മാര് രംഗത്ത് വന്നാലോ, അത്തരത്തിൽ വാദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്, മറുപടിയാണ് ഇവിടെ ബശറുൻ ഞാൻ മനുഷ്യൻ മാത്രമാണെന്ന പ്രയോഗമെന്ന്. എന്താണ് അവരുടെ വാദം? ഏത് വാദക്കാർക്കാണ് മറുപടി? അന്നമൻ കാന റസൂലാ, ആരെങ്കിലും റസൂലായി കഴിഞ്ഞാൽ പിന്നെ ഫഇന്നഹു ആ റസൂൽ തീർച്ചയായും യഅലമു കുല്ല ഗൈബിൻ എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയും. ഹത്താ എത്രത്തോളം ലാ യഖ്ഫാ അലൈഹിൽ മദ്ലൂം ആരാണ് ആക്രമിക്കപ്പെട്ടവൻ എന്ന കാര്യം പോലും അവർക്ക് അവ്യക്തമാവുകയില്ല. എല്ലാം വ്യക്തമാവും, എല്ലാം അറിയും റസൂലാണെങ്കിൽ എന്ന് വാദിക്കുന്ന കക്ഷികൾക്ക് മറുപടിയാണ് ഇന്നമാന ബശറുൻ എന്ന് പറഞ്ഞത്. ചിന്തിക്കൂ, പേരോട് പറഞ്ഞിടത്താണോ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന പിൻബലമുള്ളത്? ഈ ഉള്ളവൻ പറഞ്ഞിടത്താണോ പണ്ഡിത ലോകത്തിന്റെ വ്യാഖ്യാന പിൻബലമുള്ളത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഓതിപ്പടിച്ചിട്ടാരാ പറയുന്നത്, തോന്നിവാസമാരാ പറയുന്നതെന്ന് നിങ്ങൾക്കതിലൂടെ ഗ്രഹിക്കാമല്ലോ. ഇനി രണ്ടാമത്തും നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇന്നമഹാന ബശർ എന്ന് പറഞ്ഞത് എന്തിനാ? ഇന്നമാന ബശറുൻ എന്ന് പറഞ്ഞത് എന്തിനാണ്? അതാ അസ്കലാനി തന്നെ വിശദീകരിക്കുന്നു. അതായത് ഞാൻ മലക്കലാണ്, ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ലാന്നൊന്നും പറയാനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ് കേട്ടോ. അതായത് പഠിച്ചു വെച്ചോ, പേരോടെ കുറിച്ചു വെച്ചോ, മറുപടി ഉണ്ടെങ്കിൽ പറയണേ. വാചകം ശരിക്ക് ശ്രദ്ധിച്ചോ. അതായത് കവാഹിദിൻ മിനൽ ബശരി, കവാഹിദിൻ മിനൽ ബശരി, മനുഷ്യരിൽ നിന്നുള്ള മറ്റു ആളുകളെ പോലെ തന്നെയാണ് ഞാനും. ഏത് വിഷയത്തിൽ? ഫീ അദമി ഇൽമിൽ ഗൈബ്, മറഞ്ഞ കാര്യം അറിയില്ല, മറഞ്ഞ കാര്യം അറിയൂല എന്ന കാര്യത്തിൽ ഞാനും മനുഷ്യരിലെ ഒരാളെ പോലെ തന്നെയാണ് എന്ന് പഠിപ്പിക്കാനാണ് എന്നാണ് അസ്കലാനി റഹ്മത്തുള്ളാഹിയും പറയുന്നത്. എനിക്കതിനല്ലേ കഴിയൂ എന്നത് തന്നെ ആശയമല്ലേ ഇബ്നു ഹജർ റഹിമഹുള്ളാഹും ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. ഇനിയും പിടിച്ചോ, മൂന്നാമത്തൊരു ഉദ്ധരണിയും കേൾപ്പിക്കട്ടെ. معناه حصره في البشرية بالنسبة إلى الاطلاع على بواطن الخصوم لا بالنسبة إلى كل شيء فإن للرسول صلى الله عليه وسلم أوصافا أخرى كثيرا. ഇവിടെയും വിശദീകരിക്കുകയാണെന്ന്. ആ തർക്കിതരായ കുതർക്കികളായ അല്ലെങ്കിൽ തർക്കിക്കാൻ വരുന്ന ആളുകളുടെ ഉള്ളറിയാൻ കഴിയില്ല, ഉള്ളിലേക്ക് എത്തി നോക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ ഞാനും മനുഷ്യൻ തന്നെയാണ്. മറ്റൊട്ടേറെ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. അതും പണ്ഡിതന്മാര് വിശദീകരിച്ചല്ലോ. ഇനിയും നിങ്ങൾ കേട്ടോളൂ, ഇനിയും കേൾപ്പിക്കട്ടെ. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്നമാ അന ബശറുൻ ഇന്നി മിനൽ ബശരി വലാ അദ്രി باطن ما تتحاكمون فيه عندي وتختصمون فيه إلي وإنما أقضي بينكم على ظاهر ما تقولون. ഞാനും മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞത് എന്തിനാണ്? വലാദിരി, എനിക്കറിഞ്ഞൂട കേട്ടോ. ബാത്തിന മാ തതഹാകമൂന ഫീഹി ഇൻദി വതഖ്തസിമൂന ഫീഹി ഇലയ്യ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് തർക്കം നടത്തുമ്പോൾ ആ നിലക്ക് നിങ്ങളോട് കാര്യങ്ങൾ
കാര്യങ്ങൾ വിധിക്കുമ്പോൾ ഉള്ളറിയാൻ എനിക്കും കഴിയില്ല കേട്ടോ. മറിച്ച് ഞാൻ നിങ്ങളുടെ വിധിക്കുന്നത് അലാ ളാഹിരി മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിൻ്റെ ആ ബാഹ്യമായ കേൾവി അതനുസരിച്ചല്ലേ എനിക്ക് വിധിക്കാൻ കഴിയൂ. ഉള്ളറിയാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ അർത്ഥത്തിലല്ലേ അവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇങ്ങനെ എത്രയെത്ര വിശദീകരണങ്ങളുണ്ട്. ഈ വിശദീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന മട്ടിലതാ സലഫി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലതാ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യന്മാരുടെ കൽബകം കാണാഞ്ഞിട്ടല്ല, കണ്ടാലും നബിതങ്ങൾ അതപ്പ പറയൂല. എന്നാലും നബിതങ്ങൾ ആ സമയത്ത് അറിഞ്ഞാലും ചിലപ്പോ അവരുടെ വാചാലത കേട്ടിട്ട് അറിഞ്ഞാലും ആ സത്യത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ, അന്യായത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ നബിതങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. അത് ഇസ്ലാമികമല്ല. മാത്രമല്ല പിന്നെ നിങ്ങൾ